1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 800800-800120. സുഹറയാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് പോകണമെന്നാണ് എന്റെ അപേക്ഷ, യുവർ ഓണർ. ഇനി ഞാൻ ആൾമാറാട്ടം നടത്തി ഒരു സാക്ഷിയെ കൊണ്ടുവന്നാവും കാട്ടൂരാം വക്കീലിന് സംശയം. അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്കാണല്ലോ. സുഹറ, ഈ മഫ്ത മാറ്റുന്നതിൽ വിരോധമുണ്ടോ? ഹലോ CP, എല്ലാം ഓക്കെ അല്ലേ? ഇനി വാദമൊക്കെ ചടങ്ങിന് മാത്രമല്ലേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരു ചെറിയ വിജയാഘോഷം. കാര്യങ്ങൾ കൈവിട്ടുപോയി മാഡം. എന്താ? ചന്ദ്രമതി കോടതിയിലെത്തി. ചന്ദ്രമതി കോടതിയിൽ വന്നെന്ന്. എങ്ങനെ? അവൾ എങ്ങനെ വന്നു? ഇന്നലെ അവളെ തൂക്കിയതല്ലേ? നമ്മുടെ കസ്റ്റഡിയിലായിരുന്നില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല മാഡം. കോടതിയിൽ ചന്ദ്രമതി സുഹറ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാ എത്തിയത്. അപ്പൊ തീർന്നു, പ്രതീക്ഷ തീർന്നു. ഞാൻ കണ്ട സ്വപ്നമൊക്കെ പൊളിഞ്ഞു വീഴുന്നു. വാദം തുടങ്ങിയോ? ചന്ദ്രമതിയെ വിസ്തരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി എന്ത് വിസ്താരം? വിധി ആയിക്കഴിഞ്ഞു. മാഡം ടെൻഷൻ ആവണ്ട. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു സ്ത്രീയെ പൂട്ടിയിടാൻ പറ്റാത്ത കുറെ ഗുണ്ടകള്. യുവർ ഓണർ, എത്ര ആഴത്തിൽ കുഴിയെടുത്ത് സത്യത്തെ മൂടിയാലും ശരി, ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. സത്യം അവസാനം നീതി ദേവതയെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഘോരഘോരം വാദിച്ചിരുന്നവരുടെ ശബ്ദം ഇപ്പോ കേൾക്കാനില്ല. സത്യം സംസാരിക്കുമ്പോൾ അസത്യം ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് എന്റെ സ്നേഹിതൻ നേരത്തെ പറഞ്ഞിരുന്നു. വളരെ ശരിയാണ്.
അസത്യത്തിന് നാവിറങ്ങിപ്പോകുമെന്നുള്ള കാര്യം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നും എനിക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. നേരത്തെ പ്രഭാവതിക്കും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനുമെതിരെ ആക്ഷേപം വാരി എറിയുമ്പോൾ ഞാൻ അധികവും നിശബ്ദനായിരുന്നത് ഈ ഒരു നിമിഷം എത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി പറയാനുള്ളതൊക്കെ ബലരാമന്റെ ഭാര്യയും ത്യാഗരാജന്റെ സഹോദരിയുമായ ചന്ദ്രമതി പറയും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.